വടക്കാഞ്ചേരി ഹയർ സെക്കൻഡറിന്റെ ഈ 2 ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം ഇത്രയും ഗംഭീരമാക്കിയിട്ടുള്ള അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ സംഘാടന കമ്മിറ്റിയും അതേപോലെ തന്നെ മാനേജ്മെന്റ് ടീമുമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും അവരുടെ അടുത്ത് തന്നെ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ചോദിക്കാം. പ്രോഗ്രാം വിചാരിച്ച പോലെ അടിപൊളിയായോ? തീർത്തും വിചാരിച്ച പോലെ അടിപൊളിയായി. എല്ലാം കൂടെ വിജയകരമാണ്. 75ാം വാർഷിക ആഘോഷത്തിന് എല്ലാ പ്രതീക്ഷയും ഉയർന്നിട്ടുണ്ട്. വീണ്ടും പ്രതീക്ഷകളാണ് ഞങ്ങളുണ്ട്. ഇതിപ്പോ നമ്മൾ ഈ ഒരു പ്രോഗ്രാം കുറെ ദിവസമായോ നിങ്ങളിപ്പോ ഇതിന്റെ പിന്നിലുള്ള ഒരു സ്റ്റാർട്ട് ചെയ്തിട്ട്? 5-6 മാസമായിട്ട് പരിപാടി പ്രാരംഭ പ്രവർത്തനങ്ങൾ കുറെ 5-6 മാസമായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. സന്തോഷം. തീർച്ചയായും വളരെ കാലത്തെ പ്രയത്നമാണ് ഈ പരിപാടി ഇത്ര വിജയകരമായിട്ട് നടത്താൻ ഉള്ളൊരു തയ്യാറെടുപ്പ് ആണ്. വളരെ മുന്നേ തുടങ്ങിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അത് അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുകയാണ്. വിജയം തന്നെയാണ്. പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജനപിന്തുണയാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഒരു പക്ഷെ അറിയാത്തവരുണ്ട്, അവർക്കും വരണം എന്നുള്ള പ്രതീക്ഷയാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മൾ വിചാരിച്ചതിലധികം ആൾക്കാർ എത്തിച്ചേർന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ? പ്രതീക്ഷിച്ചതിനപ്പുറം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളാഞ്ചേരി ഉത്സവമായി മാറി എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ ഈ പ്രോഗ്രാം 70 വയസ്സും 60 വയസ്സും 50 വയസ്സും എന്താ പറയുക, നമ്മുടെ 20 വയസ്സും ഒക്കെ എല്ലാവരും വരുമ്പോൾ അതിൻ്റെ ഒരു ആഹ്ലാദം വേറെയാണല്ലോ. കാരണം എല്ലാവരും ഒരു കുടക്കീഴിൽ ഒരു കൂട്ടായ്മയായിട്ട് ജാതി മത വിദ്വേഷം ഒന്നുമില്ലാതെ ഒരുമിച്ച് നിന്നതിൻ്റെ ആ മനോഹാരിതയോടുണ്ട്. എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആണ്. പഴയ ആളുകളെ കണ്ടു, സംസാരിച്ചു, പുതിയ ആളുകളായിട്ടുള്ള ഡിസ്കഷൻ. അങ്ങനെ ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പൂർവ്വ വിദ്യാർത്ഥി സംഘത്തിന്റെ റിസൾട്ട് എന്താണ്? നമ്മൾ ഇനിയും അടുത്ത സമൂഹത്തിന് ഇതിൽ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഒരു വീട് വെച്ചു കൊടുത്തു, 2 വീട് വെച്ചു കൊടുത്തു. അതുപോലെ തന്നെ പിന്നെ പരസ്പരം എന്തൊക്കെ ഇനി സഹായിക്കാം അതിലുള്ള ഡിസ്കഷനൊക്കെ കൂടെ നടന്നു കഴിഞ്ഞു. ഇനിയും നമ്മുടെ സംഘടന അടിപൊളിയായിട്ട് പോകും. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തും. അങ്ങനെ ഈ വിദ്യാലയം വരും തലമുറക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. ഇവിടെ പഠിപ്പിക്കുന്ന സാർ എന്ന നിലയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോ നമ്മുടെ സ്റ്റുഡൻസിന്, പണ്ടത്തെ സ്റ്റുഡൻസിനൊക്കെ കണ്ടപ്പോ? പഠിപ്പിക്കുന്ന സാർ എന്നുള്ള എനിക്ക് മാത്രമല്ല, ഞാൻ ഇവിടുത്തെ 25ാം വാർഷികത്തിനും 50ാം വാർഷികത്തിനും 75ാം വാർഷികത്തിനും പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ പിന്നെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അലുമിനി അസോസിയേഷൻ്റെ ഒരു വലിയ പിന്തുണ, ഇത്രയും വലിയൊരു പിന്തുണ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെയൊക്കെ ഒരു കൾച്ചറലിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പഴയ ഒരു വിദ്യാഭ്യാസ രീതി എന്നൊക്കെ കുറേ മാറിയിട്ടുണ്ട്. ഒരു ആധുനികവൽക്കരണം എല്ലായിടത്തും വന്നപ്പോൾ അതിനൊപ്പം നമ്മുടെ സ്കൂൾ എത്തിയിരുന്നു എന്നൊരു സംശയം ഉണ്ടായിരുന്നു. നമ്മുടെ സമൂഹം പൊതുവെ ആധുനികവൽക്കരിക്കപ്പെട്ടു. അപ്പോൾ അതിനുള്ളൊരു തുടക്കമാണ് ഈ ഒരു ആഘോഷം എന്ന് തോന്നുന്നു. ഇനി അങ്ങോട്ട് ഈ സ്കൂളിൻ്റെ ഒരു ഗ്രാഫ് ഉയരാൻ പോവുകയാണ് എന്നതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. 88 ബാച്ചിലെ മെയിൻ ആളാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? അലുമിനി അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ ഈ സ്കൂളിലെ 75ാം വാർഷികം ആഘോഷിക്കേണ്ട ഞങ്ങളുടെ അലുമിനി അസോസിയേഷൻ എല്ലാം കൂടി ഒരു പുതിയ കമ്മിറ്റി തിരഞ്ഞെടുക്കുകയും അത് വളരെ സജീവമായി പ്രവർത്തിക്കുകയും പോരാത്തതിന് ഈ കമ്മിറ്റിക്ക് മാനേജ്മെന്റിന്റെ വക എല്ലാ പിന്തുണയും നൽകിയതിൻ്റെയും സ്കൂളിന്റെ പിന്നെ പ്രിൻസിപ്പളുടെ അടുത്തു നിന്നാണെങ്കിലും ഇവിടുത്തെ അധ്യാപകരുടെ അടുത്തു നിന്നാണെങ്കിലും നമുക്ക് വളരെയധികം നല്ല പിന്തുണ ലഭിച്ചതിനെ തുടർന്ന് ഇത്രയും നല്ലൊരു പരിപാടി കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്, ഇപ്രാവശ്യം റിട്ടയർഡ് ആവുകയാണ്. എന്താണ് ഒരു ഫീലിംഗ്? ഈ ഒരു പ്രോഗ്രാം അടിപൊളി ഏതൊക്കെ കാണും? വളരെ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നമ്മുടെ സ്കൂളിന്റെ 75ാം വാർഷികം കൊണ്ട് സ്കൂളിനുണ്ടായ ഏറ്റവും വലിയ നേട്ടമാണ് ഈ ശക്തമായിട്ടുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. അത് തുടർന്ന് കൊണ്ടുപോകണം, ശക്തമായിട്ട് കൊണ്ടുപോകണം. സ്കൂളും മുന്നോട്ട് പോകണം. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയും കൂടുതൽ ശക്തിയാർജിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കും. നല്ല പ്രതീക്ഷയുണ്ട്. ഈ പരിപാടിയുടെ സംഘടിപ്പിക്കാൻ ഒരുപാട് പ്രയത്നിച്ചാണ് ഈ ടീച്ചർ, മാനേജ്മെന്റ്, പ്രിൻസിപ്പാൾ, വിദ്യാർത്ഥി സംഘടന, അലുമിനി അസോസിയേഷൻ എല്ലാവരും. അതുകൊണ്ട് അതിൻ്റെ എല്ലാം കൊണ്ട് റിസൾട്ടാണിത്. ഇത്രയും ജനങ്ങളെ ഞങ്ങളൊരു പ്രതീക്ഷയല്ല, അതിനേക്കാളപ്പുറം ഞങ്ങൾ പ്രതീക്ഷയ്ക്കപ്പുറം ഇവിടെ ആളുകൾ പങ്കെടുത്തു. അതിൽ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുന്നു. ഇത് സത്യത്തിലൊരു വലിയ കൂട്ടായ്മയുടെ വിജയമാണ്. കാരണം മുമ്പൊന്നും ഇല്ലാത്ത വിധം ഇവിടെ ഒരു വളരെ ഐക്യത്തോടു കൂടി മാനേജ്മെന്റ്, അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, ഇവിടുത്തെ ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, PTA, 2 ഹയർ സെക്കൻഡറി സ്കൂൾ, അങ്ങനെ ഒരു പ്രത്യേകത മന്ത്രി പറഞ്ഞത് അതാണ്. കേരളത്തിൽ തന്നെ ഇങ്ങനെ ഒരു കോമ്പൗണ്ടിനകത്ത് 2 ഹയർ സെക്കൻഡറി ഉള്ള സംശയമാണ്.
അപ്പോൾ ഇവിടെയുള്ള എല്ലാവരും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും കൂട്ടായിട്ട് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടു കൂടി പ്രവർത്തിച്ചു. വൻ വിജയം ആക്കി തന്ന എല്ലാ ജനങ്ങളോടും പ്രത്യേകം നന്ദിയുണ്ട്. പ്രത്യേകിച്ച് മീഡിയ എല്ലാ ഭാഗത്തു നിന്നും നല്ല കോപ്പറേഷനാണ് കിട്ടിയത്. താങ്ക് യു വെരി മച്ച്. വളരെ വളരെ സന്തോഷം. 3 തലമുറ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഇവരെ കൂട്ടത്തിൽ പ്രായം കൂടിയ ആൾ ഞാനാണ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ ചെറുപ്പം കഴിഞ്ഞത് തന്നെ ഇവിടെ തന്നെയാണ്. ഈ തൊട്ട കോമ്പൗണ്ടിൽ അത് 7 വർഷം മുന്നേ. എനിക്ക് 73 വയസ്സായി കേട്ടോ. അതിനുശേഷം ഈ 7 വർഷം ഞാൻ ഈ സ്കൂളിനോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. അത് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും തലമുറകൾ കൂടെ വർക്ക് ചെയ്യാൻ വളരെ സന്തോഷമുണ്ട്. ഇവരെല്ലാവരും സഹകരണത്തിനും നന്ദി. നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വാർഷികാഘോഷം 2 ദിവസം ആഘോഷിക്കും. ഒന്ന് സ്കൂളിൻ്റെ വാർഷികമായിട്ടും ഒരു ദിവസം പൂർവ്വ വിദ്യാർത്ഥികൾക്കുമായിട്ടും മാറ്റി തന്ന സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിന് വളരെയധികം ഞങ്ങൾ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വാർഷികങ്ങൾക്ക് ഞങ്ങൾ മുന്നോട്ടായിട്ട് ഇനിയും ഞങ്ങളുണ്ടാവും. ഇനിയും നമ്മുടെ വാർഷികം ഇനിയും അടുത്തതും കൂടാനുള്ള ആയുസ് ഞങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ. അത് നമ്മൾ ജൂനിയേഴ്സായിട്ടുള്ളവരും അവരെല്ലാവർക്കും ഞങ്ങൾക്ക് വെൽക്കം ചെയ്യുന്ന അടുത്തൊരു കമ്പനിയിലേക്ക് അവരെയും കൂടി ഞങ്ങൾ വെൽക്കം ചെയ്തിട്ട് ഞങ്ങൾ അടുത്തൊരു ഇതിലോട്ട് ഇനിയും പോകും. ഇതേപോലത്തെ പ്രോഗ്രാമുകളാണ്. ഈ സ്കൂളിൽ 1951 മുതൽ ആരംഭിച്ചതാണ്. അന്ന് ഈ സ്കൂൾ ഒരു വാടക കെട്ടിടത്തിലായിരുന്നു തുടക്കം കുറിച്ചിരുന്നത്. ഇന്ന് ഈ സ്കൂൾ ഈ നിലയിലെത്തി. ഇപ്പോൾ ഇതിൻ്റെ സെക്രട്ടറി പറഞ്ഞല്ലോ, 2 ഹയർ സെക്കൻഡറി സ്കൂൾ അടക്കമുള്ള ഹൈടെക് ക്ലാസ് റൂമുകൾ കൂടി ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്ന് ഇവിടുത്തെ അധ്യാപകരുടെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ, മാനേജ്മെൻറ്റ്, PTA, പിന്നെ അലുമിനി, ഇവരുടെയൊക്കെ നാട്ടുകാരുടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കൂടി സഹായ സഹകരണം കൂടിയാണ് ഈ സ്കൂൾ ഇത്രയും വലിയ ഉന്നത നിലയിൽ എത്തിയിട്ടുള്ളത്. ഇന്നിവിടെ ഈ 75ാം വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന 75 ഇനം പരിപാടി 75 വർഷമായി 75ാം വാർഷികം. ഇത് നല്ലൊരു ജനപങ്കാളിത്തത്തോടു കൂടിയാണ് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ 92 പഠിച്ചിറങ്ങിയ ബാച്ചിൽ ഇറങ്ങിയതാണ്. എൻ്റെ കൂട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും എല്ലാവരും ഈ പരിപാടിക്ക് ഞാൻ കൊണ്ടുവന്ന് എല്ലാം നല്ലതായ രീതിയിൽ നടന്നുപോയി. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ 85-86 ഇവിടെ SLC കഴിയുന്നത്. അപ്പോൾ ഇവിടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്, ഇവിടുത്തെ അധ്യാപകനാവാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഒരു ഭാഗ്യമാണ് എനിക്കുള്ളത്. എൻ്റെ പെങ്ങന്മാർ, മറ്റുള്ള കുടുംബക്കാർ എല്ലാവരും ഈ സ്കൂളിലെ സന്തതികളാണ്. അതിലെന്നെ ഏറ്റവും വലിയ സന്തോഷം. 2 ദിവസമായിട്ട് വളാഞ്ചേരി നാടും നഗരവും ഇവിടെ ഒരു ഉത്സവ ലഹരിയിലാണ്. അപ്പോൾ അത് ചെയ്യാൻ കഴിഞ്ഞു. അതിൽ ഇന്നലെ തന്നെ വലിയൊരു ഓഡിയൻസ്, ക്രമാതീതമായിട്ടുള്ളൊരു സദസ്സിന് ഇവിടെ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഇന്നും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഭാവി പരിപാടികളൊക്കെ ഇതിന് ശേഷം ഞങ്ങൾ കൂടിയാലോചിക്കുന്നതാണ്. താങ്ക് യു. ഇപ്പോൾ ഇത്രയും ഒരു ജനപങ്കാളിത്തം അതേപോലെ ഇത്രയും വിജയം സാക്ഷാത്കരിച്ച ഈ ഒരു പ്രോഗ്രാം ഒരു തുടക്കം മാത്രമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഞാനൊരു അലുമിനിയുടെ ഭാഗമല്ല, ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതല്ല. പക്ഷെ നമ്മുടെ അലുമിനിയും സ്കൂളും തമ്മിലൊരു ഏകോപനം ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും അധ്യാപകരുടെ കൂടി പങ്ക് വേണം. അതിൻ്റെ ഭാഗമായിട്ട് അലുമിനിയിലേക്ക് സ്കൂളിൽ നിന്ന് അധ്യാപകരുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇതിൽ വന്നത്. തീർച്ചയായിട്ടും ആ ഒരു നീക്കം വളരെ നന്നായി എന്നുള്ളതാണ് പറയാനുള്ളത്. കാരണം നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അതിവിടെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തോന്നുന്നു നമുക്ക് ഈ 2 ദിവസം എന്നുള്ളത് വേണമെങ്കിൽ നാളെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു 3 ദിവസത്തെ ആഘോഷമാക്കാനുള്ള ഒരു വൈപല്യം ഈ പരിപാടികൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളത് 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ചിട്ടപ്പെടുത്തിയത്. അതുകൊണ്ട് വളരെ ധൃതി പിടിച്ച് എല്ലാവരും പെട്ടെന്ന് ചെയ്ത് തീർക്കുകയാണ്. തീർച്ചയായും ഈ രീതിയിലുള്ളൊരു ആഘോഷം നമുക്ക് സംഘടിപ്പിക്കാമെങ്കിൽ തീർച്ചയായും ഒരുപാട് ആളുകളും നാട്ടുകാരും എല്ലാവരും ഈ അലുമിനിയോടൊപ്പം ചേർന്ന് PTA-യോടൊപ്പം ചേർന്ന് സ്കൂളിനോടൊപ്പം ചേർന്ന് തീർച്ചയായിട്ടും ഈ തരം പരിപാടികളിൽ പങ്കെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യമാണ് ഇവിടെ കാണുന്നത്. സന്തോഷം. ഞാൻ 1978 ഇവിടുത്തെ വിദ്യാർത്ഥിയായി വന്നു. 81 ഇവിടുന്ന് പഠിച്ചിറങ്ങി. പിന്നീട് 90 അധ്യാപികയായി കയറി. പിന്നെ 22 റിട്ടയർ ചെയ്ത് പ്രിൻസിപ്പാളായി റിട്ടയർ ചെയ്തു. ഇപ്പോൾ അലുമിനി അസോസിയേഷൻ്റെ ഒരു ഭാഗമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ 75ാം വാർഷികം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നമ്മുടെ വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 75ാമത്തെ വാർഷികം ഈ 2 ദിവസത്തിൽ ഇത്രയും ഗംഭീരമായിട്ട് നടക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ ഇവരാണ്. ഇവരുടെ നമ്മുടെ മാനേജ്മെന്റ് ടീമും അതേപോലെ തന്നെ അലുമിനി അസോസിയേഷനുമാണ്. അപ്പോൾ എന്തായാലും ഇനി വരും വർഷങ്ങളിലും ഇതുപോലെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വിജയകരമായിട്ട് തന്നെ നമ്മളുടെ വാർഷികാഘോഷങ്ങൾ നടക്കട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു.